ഇത് കണ്ടില്ലേ, തീരെ പാവപ്പെട്ട. അപ്പം നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ നല്ല സാരി. അപ്പൂസിന് വേണോ ഒരെണ്ണം? അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കാം. പ്രണവി വേണോ? വേണ്ടേ? എന്നാ പിന്നെ ഞാൻ കൊണ്ടോ, വിജിതിനും വേണ്ട. ഇത് ശരണ്യയുടെയാണ് ഡ്രസ്സ്. ആണോ? ഇതൊക്കെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കും. ഓ, ശരണ്യയുടെ ഡ്രസ്സ്. ഇത് ശരണ്യയുടെ ഡ്രസ്സാണ്. ഓക്കെ. ഇത് ശരണ്യയുടെ ഡ്രസ്സാണ്. ഇതൊക്കെ ചേച്ചി തന്നു വിട്ടതാ. എന്നോട് പറഞ്ഞത് സീമ എന്നോട് പറഞ്ഞ എല്ലാം. എന്നിട്ട് പിന്നെ ചിലവര് പറയും നമ്മളിൽ നിന്ന് പോയവരുടെ ഡ്രസ്സൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ദേഹം മാത്രമല്ലേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. അവര് നമ്മുടെ ചുറ്റിനും ഇല്ലേ, എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ. എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്തൊരു കാര്യം പറഞ്ഞാലും ശരണ്യ എന്ന് പറഞ്ഞ ഒരു വാക്ക് പറയാതെ എൻ്റെ ഒരു ദിവസം പോലും കടന്നു പോകത്തില്ല. അവള് പോയി എന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സ് മാറ്റി വെക്കേണ്ട കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ചേച്ചിക്ക് അത് കാണുമ്പോൾ വിഷമമാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. ഒക്കെ ഞാൻ എല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇത് അവള് മറ്റേ ധാവണി പോലെ ഉടുത്തിരുന്ന ഡ്രസ്സ് സാരീസാണിത്. ബാഗ് ഇതാണ്. ശരി. അതൊക്കെ ഫുള്ള് അത് അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ഓരോ ബാഗുകളിലും അവിടെ ഇവിടെയും ഇനിയും ഉണ്ട്. നമ്മൾ ആ മോളിൽ അലമാരിയുടെ മോളിൽ വെച്ചതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ അതൊന്നും എടുത്തിട്ടില്ല. അപ്പൊ അതെല്ലാം അങ്ങനെ. ഓക്കെ. അപ്പൊ നമ്മുടെ അങ്ങനെ കുറെ സാരികളാണ്. നമ്മുടെ സീമ ചേച്ചിയുടെ സാരികളെല്ലാം നമ്മൾ ഇനിയും കാണാത്ത എത്രയോ സാരീസ് ഉണ്ട്. അങ്ങനെ സാരി ഉടുപ്പ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്താ? ചുരിദാറാണോ സാരിയാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടം സെറ്റും മുണ്ടും. ആണോ? സെറ്റ് സാരിയല്ല, സെറ്റും മുണ്ടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ പ്രായമുണ്ട്, എന്നാലും കുറച്ചുകൂടി ഏജ് ആയി കഴിയുമ്പം ഇപ്പൊ പ്രായമുണ്ട്. പിന്നെ ആൾക്കാർ വിചാരിക്കും ഓ ഇപ്പൊ ഏതാണ്ട് അവളെ ചെറിയ. അപ്പൊ കുറച്ചുകൂടി ഏജ് ആയി കഴിയുമ്പോ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമല്ലോ, കുത്തി ഇരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ പോയിരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സാരിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം സീമ ചേച്ചിക്ക് ഞാൻ നല്ലൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചിയുടെ എന്താ പറയാ, ഇത്രയും വലിയ ഇതില് എന്റെ കുഞ്ഞു സമ്മാനം എന്താ കാണാതെ പോവല്ലേ, ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ അങ്ങനെ. അല്ല, വേറൊരു കാര്യമുണ്ട്. സമ്മാനത്തിന്റെ വലുപ്പത്തിലല്ല കാര്യം, അത് കൊടുക്കുന്ന ആളും ആളുടെ മനസ്സുമാണ്. അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുക. അല്ലാതെ എനിക്ക് 10,000 കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ചേച്ചി ശരിക്കും ഇപ്പൊ നമ്മൾ കണ്ടത്, ഇപ്പൊ ചേച്ചി ഏകദേശം എത്ര സാരി ഉണ്ടാവും? ഒരു എന്നാണെങ്കിലും ഒരു 10,250-3,000 കാണുമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അലമാരി, ആ അലമാരി, ഈ നടുക്കത്തെ അലമാരി ഇവിടെയുണ്ട്. പിന്നെ ഇത് കൂടാതെ ഒരുപാട് പെട്ടികളുണ്ടല്ലോ. ഇപ്പൊ അത് അടുക്കി വെച്ചിരുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എല്ലാം കൂടെ വലിച്ചെടുത്ത് വെച്ചാണ്. അപ്പൊ നമ്മളിങ്ങനെ പല കാറ്റഗറി തിരിച്ച് വെച്ചിരിക്കുകയാണ്. സീമാജി നായരെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അഭിനേത്രി എന്നതിലുപരി ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് സീമാജി നായർ. ക്യാൻസർ രോഗികൾക്ക് സ്വന്തം കൈ മെയ് മറന്ന് പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് സീമാജി നായർ എന്ന് പറയാം. ശരണ്യയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് നമുക്ക് സീമാജി നായരെ പറയാം. ശരണ്യ മരിക്കുമ്പോഴും എല്ലാവരും നോക്കിയത് സീമാജി നായർ തന്നെയാണ്. അത് മാത്രമല്ല, ക്യാൻസർ അതിജീവിതർക്ക് അല്ലെങ്കിൽ ക്യാൻസറിനോട് പൊരുതുന്നവർക്ക് ഒരു കൂട്ടായി, കൈ താങ്ങായി, കൈ മെയ് മറന്ന് തൻ്റെ എല്ലാ സ്വത്തുക്കളും എല്ലാം നൽകി സീമാജി നായർ എപ്പോഴും ഒപ്പമുണ്ട്. സീമാജി നായർ സീരിയലിൽ വളരെ സജീവയായ ഒരു താരമാണ്. നിരവധി നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള റോളുകളിൽ അഭിനയിച്ച താരത്തിന് 3000-ൽ-അധികം സാരികളുണ്ട്. സീമാജി നായരുടെ വീട്ടിലെത്തിയ അവതാരകർ സത്യം പറഞ്ഞാൽ താരത്തിന്റെ അലമാരകൾ കണ്ട് ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എടുത്തിട്ടില്ല, ഇത് ബ്ലൂ എടുത്തിട്ടില്ല, അത് എടുത്തിട്ടില്ല. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും എടുത്തിട്ടില്ലെന്ന് മാത്രം. ഫംഗ്ഷൻ എപ്പോഴാ വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നല്ല സാരി കേട്ടോ, ബ്യൂട്ടിഫുൾ സാരി. ഇതും ചേച്ചിന്ന് വെച്ച് ഞാൻ കാണട്ടെ, എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു. ഇതും
എന്നാലും ചേച്ചി വല്ലയിടത്തും പോണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം എടുക്കും ഞാൻ ഏത് സാരി ഇടണമെന്ന് അല്ല ആലോചിക്കാൻ. അതൊക്കെ ആലോചനയൊക്കെ ഉണ്ട്, ആലോചന വളരെ വലുതാണ്. എന്നിട്ട് അലമാര തുറന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അതെ, എന്നിട്ട് ഇഷ്ടമുള്ള ഒരെണ്ണം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ അങ്ങ് നോക്കും. അങ്ങ് പിന്നെ ചിലപ്പോ അപ്പൊ ഓരോന്ന് കാണും, അപ്പൊ നോക്കിട്ട് അങ്ങ് എടുത്തോണ്ട് പോകും. ആ കണ്ട ആ സാരിയുടെ മണം പോലും മാറി അല്ലേ, ഒരു മണമില്ലേ? അതാ ഫ്രഷ് സാരിയുടെ ആ സ്മെല്ലാണ്. ഇത് അടുത്ത ബ്ലൂ, ഇത് നല്ല ഈവനിങ് ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനത്തെ സാരി. ഇനിയിപ്പോ നമുക്ക് ആ റൂമിലുണ്ട്. ഇനി ആ റൂമിലേക്ക് പോവാ. ആ റൂമില് അപ്പു തുറന്നിട്ടുണ്ട്. ചേച്ചി ഇവിടെ ഒരു പുതിയ സാരിയും കൂടെ. ഏതാടാ? അല്ല അത് പുതിയതല്ല, അത് നമ്മുടെ സിൽക്സ്. അത് പുതിയതല്ലേ? അല്ല പുതിയതല്ല, ഇത് നമ്മളുടെ ബ്യൂട്ടിഫുൾ സാരി, മൾട്ടി കളറാണല്ലോ. മൾട്ടി കളറാണ് ഇത്, നമ്മുടെ റോസ് സിൽക്ക്. അന്ന് ഇത് നല്ല സാരിയാണ്. മൾട്ടി 3 കളറാണ്. അതെ, ബ്ലൂവും യെല്ലോയും സാൻഡൽ ഷെയ്ഡ്. അല്ല 4 എണ്ണം ഉണ്ട് മോളെ, 4 കളറുണ്ട്. ഇതുണ്ട്. ബ്യൂട്ടിഫുൾ സാരി. അപ്പൊ അങ്ങനെ നമ്മൾ ഈ മുറികളിലെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക്. ആ സൂട്ട് കേസ് നിറച്ച സാരിയാണ്. അയ്യോ, അതും കണ്ടില്ല, അതും കണ്ടില്ല. ദേ വന്നേ. അതല്ല, ഇതിനകത്ത് ഇപ്പൊ കൊറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ശരി എന്നാ ചേച്ചി, ഞാൻ പോട്ടെ, എനിക്ക് ഓണ സമ്മാനം കിട്ടി. പക്ഷെ ഇതിനകത്ത് അത്ര ഭയങ്കര നല്ല എന്നാലും ഉണ്ട്, സാരീസ് ഉണ്ട്. എവിടെ? ഇതല്ല, ഇവിടെ ചേച്ചി തിരിച്ചു വെക്കണം. തിരിച്ചപ്പറയാ. ഇത് കോട്ടൺ സാരി പോലത്തെ സാരീസ് ഇല്ലേ, കുറച്ച് കോട്ടണും കുറച്ച് മിക്സിങ്ങും കൂടെ അതിങ്ങനെ. ഇതിപ്പോ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ചേച്ചി വെച്ചിരിക്കുന്നത്. കൊറേയൊക്കെ അങ്ങനെ വെക്കും. കുറച്ച് കോട്ടൺ അല്ലെ നമ്മുടെ ഒരു മീഡിയം ലെവലിൽ ഉള്ള ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന സാരീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. പിന്നെ തീരെ പാവപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. പിന്നെ നമ്മൾ കുറച്ച് റിച്ച് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ബ്ലൗസ് തയ്ച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് സൗകര്യം പോലെ നമ്മൾ എന്താന്ന് വെച്ചാൽ ചെയ്യും. അതുണ്ട്, അതൊന്നും നമ്മള് ഇത് നമ്മള് ഉടുത്തിട്ടില്ല, ഇങ്ങനെ വെച്ചു. അതിനകത്ത് ബ്ലൗസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. സാരീസ്. എനിക്ക് അത്ഭുതം തോന്നുന്നു എന്റെ ഈശ്വര, ഞാൻ ആദ്യമാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് കഴിഞ്ഞിട്ട് സാരീസ് കാണുന്നത്. ഇത് ഒന്നുമില്ല മോളെ, ഉണ്ട് അവിടെ ഇവിടെ. എനിക്കത് എല്ലാം കൂടെ വലിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടാ, കാരണം ഇഷ്ടംപോലെ നമ്മൾ അതിന്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട്. എന്നാ നമുക്കിനി അടുത്ത റൂമിലേക്ക് പോവാം. സോറിട്ടാ. ഇപ്പം ഇവിടെ കുറച്ച് സാരികള്, ഇവിടെ കുറച്ചും കൂടെ ഫംഗ്ഷൻ വെയർ അല്ല അതുകൊണ്ട് അല്ലാത്തതും ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ആ ചെന്നൈയിലെ വർക്കിന് വേണ്ടിയിട്ടൊക്കെ ഇതെനിക്ക് ഭയങ്കര ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. അല്ല ഒന്നുമില്ലടാ, അത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഇതൊരു ഡിസൈനർ സിമ്പിൾ ആണ്. ഇത് കണ്ടില്ലേ, ഇതുണ്ട് ഇവിടെ മാത്രം ഒരു വർക്ക് മാത്രം സിമ്പിൾ ആണ്. ബ്ലാക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എവിടെയൊക്കെ ഏതൊക്കെയോ. ഇത് സെറ്റുമുണ്ട്. അതെല്ലാം സെറ്റുമുണ്ടാണ്. നല്ല സെറ്റുമുണ്ട്, നല്ല ഇത് കൊറേ സെറ്റുമുണ്ടുണ്ട്. ഇവിടെ കൊറേ സെറ്റുമുണ്ടുണ്ട്. ഇവിടെ കൊറേ സെറ്റുമുണ്ടുണ്ട്. ഇവിടെ കൊറേ സാരീസ് ഉണ്ട്. അത് മറ്റേ ലാച്ച പോലെ അത് ഇടും, ഇടും. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. അത് ഇതൊക്കെ ഇടും, ലാച്ച പോലത്തെ. അപ്പൊ അപ്പു അമ്മയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയ ഇല്ല, ഓണത്തിന്റെയോ ഇല്ല. അപ്പൊ അപ്പു അമ്മയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാ സിസ്റ്റർ എന്നേ പറയുള്ളൂ ഷുവർ ആയിട്ടും. നോക്ക് സീമ ചേച്ചി ലാച്ചിയൊക്കെ ഇട്ടിട്ട് നല്ല ബ്രൈഡൽ പോലത്തെ സാധനം. ഇത് ഷുവറാണ് അപ്പുവിന്റെ പെങ്ങളാന്ന് അനീത്തിയായിട്ടേ പറയുള്ളൂ. നോക്കട്ടെ, ദൈവമേ സത്യം അപ്പുവിന്റെ അനീത്തി. ഇപ്പം ബർത്ത്ഡേക്ക് അപ്പു മേടിച്ചു തന്ന ഡ്രസ് ആണോ? കൊള്ളാട്ടോ അപ്പു, നൈസ് ഡ്രസ്. ഇത് കണ്ടോ, നോക്കിക്കേ, അമ്മേനെ മകൻ ചേർത്ത് വിളിച്ചിരിക്കുന്ന കണ്ടാൽ അവന്റെ സിസ്റ്ററിനെ ചേർത്ത് വിളിച്ചിരിക്കുന്ന പോലെ. ചേച്ചി നല്ല ടച്ച് വിടട്ടെ ചേച്ചി, ഇങ്ങനെ തന്നെ നല്ല ഇതായിട്ടിരിക്കട്ടെ. സി നൈസ്. നമ്മുടെ ചേച്ചി
അപ്പൊ അപ്പു പറയും ഇങ്ങനെയൊക്കെ വിഷമം, അമ്മ അമ്മേനെ കണ്ട ഒരു അമ്മയുടെ ലുക്ക് ഒന്നും അല്ലല്ലോ, അമ്മ ഇത് ഇത്ര യങ് ആയിട്ടൊന്നും നിക്കല്ല, അമ്മ സാരി ഒക്കെ കൊടുത്ത് കുറച്ച് സ്വീറ്റ് 17. ശരിക്കും ശരിക്കും 17, ശരിക്കും 17 തന്നെ. സ്വീറ്റ് 17 എന്നാണ് ബർത്ത്ഡേ ബോട്ടില്. കണ്ട. അല്ല അപ്പൊ അപ്പൂന് ചിലപ്പോ തോന്നില്ലേ, അമ്മ എന്റെ കൂടെ വരുമ്പോ സാരി കൊടുത്തേ, അമ്മ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതാവും, അമ്മയ്ക്ക് ഒരു അമ്മ ലുക്ക് പറഞ്ഞെങ്കിൽ സാരി ഒക്കെ കൊടുക്കുക, അങ്ങനെ ഒന്നും പറയില്ലേ? ഇല്ലേ? അല്ലെ ഇപ്പത്തെ പിള്ളേരെ അമ്മ യങ് ആവാനായിട്ട് ഡ്രസ് ഇടാന്നാ പറയാ, അല്ലെ ചേച്ചി? എല്ലാ കുട്ടികളും അങ്ങനെയാ. ചിലവർക്ക് അസൂയ വരും, പെൺകുട്ടികൾക്ക് ഒരു അസൂയ വരും, പക്ഷെ ആൺകുട്ടികൾ അങ്ങനെ പൊതുവെ പറയാറില്ല. ഇപ്പൊ രണ്ടായിട്ട് മുടി പിന്നെ ഇട്ടിട്ട് വരാൻ പറഞ്ഞു, അങ്ങനെ. പക്ഷെ അതിൽ കുറെ കൂടെ ലോങ് ഹെയർ അല്ലല്ലോ, അത് മറ്റേ നമ്മുടെ മുടിയില്ലേ, വിഗല്ല, തിരുപ്പൻ പോലെ, അത് ഒറിജിനൽ ഹെയർ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ രണ്ടായിട്ട് മുടി പിന്നിട്ടിട്ട് എക്സ്ട്രാ ഇതും കൂടെ. ഇനി ഇതില് കുറച്ച് ഉണ്ട് സാരീസ്, കുറച്ചുണ്ട്, കുറച്ച് അപ്പൂന്റെയാണ്, കുറച്ച് സാരീസ് ഉണ്ട്. ബ്ലാക്ക് കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട, ഇനി തപ്പുമ്പോ ഇനി ഇഷ്ടം പോലെ ബ്ലാക്ക് വന്നോണ്ടിരിക്കും. ബ്ലാക്ക് സാരി എനിക്കിഷ്ടം ബ്ലാക്ക് ആണ്. നോക്കട്ടെ ചേച്ചി, ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും, അത് കുഴപ്പമില്ല. ചേച്ചിയുടെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. നല്ല ക്ലാസ് സാരി, ചേച്ചി വെച്ച് കാണട്ടെ. ഇതൊക്കെ വരുമ്പോ എങ്ങനെ ഇരിക്കുന്നു. ചേച്ചി ഈ സാരീസ് ഒക്കെ ഇതിലിപ്പോ എല്ലാം തന്നെ ചിലത് ചേച്ചി ഉടുത്തതുണ്ട്, ചേച്ചി ഉടുക്കാത്തതുണ്ട്. പക്ഷെ ഓരോ സാരി കാണുമ്പോ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ഇത് ഞാൻ ഏത് സീരിയലിൽ ഉടുത്തതാ, അല്ലെങ്കിൽ ഏത്, അങ്ങനെയൊക്കെ ചേച്ചിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഇല്ല, അങ്ങനെ ഓർക്കാറില്ല. കാരണം പല വർക്കിനും മോളെ പലയിടത്തോട്ടും നമ്മൾ ഇതും കൊണ്ട് ഓടുവല്ലേ, അപ്പൊ അതുകൊണ്ട്. പക്ഷെ ഓരോ വർക്കിന് ചെയ്യുമ്പോൾ കുറച്ച് സാരികൾ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുമല്ലോ, അപ്പൊ അത് കാണുമ്പോഴത്തേക്കിനും നമുക്കൊരു തോന്നും, അയ്യോ നമ്മൾ ഇന്നതിന് ഉടുത്തതാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പം നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് മാറ്റും. നമുക്ക് ഒരു വർക്കിൽ ഉടുത്തത് ഇമ്മീഡിയറ്റ് നമുക്ക് വേറൊരു വർക്കിൽ ഉടുക്കാൻ പറ്റില്ല. ആൾക്കാർ, സ്ത്രീകളല്ലേ പ്രേക്ഷകര്, പെട്ടെന്ന് ചില സാരികൾ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഒരു മനസ്സിലിങ്ങനെ വെച്ചിട്ട് മാറ്റി മാറ്റി പിടിക്കും നമ്മള്. അങ്ങനെയാണ്. പക്ഷെ ഒരു സീരിയലുകളിൽ റിപ്പീറ്റ് ചെയ്ത് ഉടുത്തിട്ടുണ്ട്, ഉടുക്കും. പക്ഷെ അത് ഒരു 7 വർഷം പഴക്കമുള്ള വർക്കിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ വർക്കിലേക്ക് എടുക്കും. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു 2 years 3 years ബാക്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഇത്രയും അധികം. ഇത് പിന്നെ അപ്പുവിന്റെ ഡ്രസ്സുകളാണ്. അല്ല, അപ്പുവിന്റെ ഇതാണ്. ഇത് എന്റെ ഒരു ബർത്ത്ഡേക്ക് അപ്പു മേടിച്ചു തന്നതാണ്. ഇതും അത് വല്ലാച്ച തന്നെയാ. അപ്പക്കുട്ടൻ എന്ത് ചെയ്യണു? ഇപ്പൊ പഠിക്കുന്നു. ആണോ? പാരീസിൽ. ഇപ്പൊ വെക്കേഷൻ വന്നതാ, ഓണം അമ്മയുടെ കൂടെ ആഘോഷിക്കാൻ. പഠിക്കണോ അവിടെ? ഓക്കെ. എന്താ പഠിക്കണേ? ഓക്കെ. ഏതാ? ഓക്കെ. ഇതെന്നാ ബർത്ത്ഡേ കിട്ടത്. പാരീസിലേക്ക് അമ്മനെ കൊണ്ട് നമുക്ക് കുറച്ച് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വാങ്ങിക്കണ്ടേ? പോണില്ലേ? ഇല്ല, അല്ല പോകാം.